തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകളെക്കുറിച്ചും അവരുടെ സ്വാധീന ശക്തിയെക്കുറിച്ചും പ്രത്യേകിച്ചും CPM-ൻ്റെ സ്വാധീന ശക്തിയെക്കുറിച്ചും നന്നായി അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിലാണ്, അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ചില സംശയങ്ങൾ ഞാൻ ഉയർത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടികൾ നേരിടാനുള്ള സാധ്യതകളുണ്ട് എന്ന് പലരും പറയും. രണ്ടാമത്തെ കാര്യം, ഇന്നലെ വരെ കാണാത്ത CPM-ൻ്റെ മുഖമാണെന്ന് കേരളത്തിലെമ്പാടും കാണുന്നത്. സാധാരണഗതിയിൽ CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകാറില്ല, വിമതരുണ്ടാകാറില്ല, ആര് നയിക്കുമെന്ന് പറയാറില്ല. പക്ഷേ ഇന്ന് CPM-ൻ്റെ നേതാക്കൾ തമ്മിലുള്ള, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരെ ജില്ലാ കമ്മിറ്റിയിൽ വരെ ചർച്ചകളിലേക്ക് ഇത് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ CPM-ൻ്റെ സംഘടനാ ബലത്തിന് എന്തെങ്കിലും ദൗർബല്യം കാര്യമായിട്ടുണ്ടായിട്ടുണ്ടോ? സാർ, ഈ സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം, താഴെക്കിടയിലുള്ള സാധാരണ പാർട്ടിയിലെ സഖാക്കൾ, CPM-ലെ സഖാക്കൾക്ക് ഈ ഭരണം മാറണം എങ്കിൽ മാത്രമേ, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, തദ്ദേശം അല്ല, ഭരണം മാറണം എങ്കിലേ ഈ പാർട്ടി ഇവിടെ ഉണ്ടാകുള്ളൂ എന്ന വികാരമുണ്ട്. രണ്ട്, സാറ് ചോദിച്ച പോലെ വിമത ശബ്ദം, CPM-ൻ്റെ ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ CPM-നകത്ത് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ വിമതർ ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥികളായി. ഇന്നിപ്പോൾ വിമതർ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നതിൻ്റെ അധികാരത്തിൻ്റെ ഒരു ശീതളച്ചായയിൽ സുഖലോലുപരായി നടക്കുകയാണ്. പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്താനല്ല, മറിച്ച് തങ്ങൾക്ക് സുഖിക്കാനുള്ള ഒരു വശമായി ഭരണത്തിൻ്റെ സുഖലോലുപതയിൽ പോകാനാണ് പാർട്ടിയുടെ തലപ്പത്ത് ഇരിക്കുന്നവർ ഇതിൽ കാണിക്കുന്നത്. അതിൽ എനിക്ക് ഉദാഹരണമായി തോന്നിയത് കരമന ഹരി എന്ന ഒരു നേതാവിനെയാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനത്തിന് വിധേയമാക്കിയത് എന്നാണ്. കരമന ഹരി കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലാ കമ്മിറ്റിയിൽ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ്. കാര്യം വി ജോയി എന്ന ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി എൻ്റെ തന്നെ പ്രായമുള്ള, ഞാൻ ITIയിൽ പഠിക്കുമ്പോൾ ITIയിൽ ചെയർമാനായിരുന്ന ആളാണ് വി ജോയി. എൻ്റെ ഒരു കൊല്ലം വെറുതെ വീട്ടിൽ നിൽക്കേണ്ട, ITIയിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ഡിഗ്രി പഠിക്കുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞു വെച്ച് ഞാൻ പോയ സമയത്ത് ഈ ജോയി അവിടെ ചെയർമാനായിരുന്നു. ജോയി അന്നേ തന്നെ ആ പറയുന്ന മുരുക്കുംപുഴ, ആറ്റിങ്ങൽ, ആ ഏരിയയിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്നത് നേതാവാകാൻ ഉടുപ്പ് തുന്നി, അന്നേ തന്നെ നേതാവാകാൻ ഉടുപ്പ് തുന്നി വരുന്ന ഒരു യുവ നേതാവാണ്. ജോയി നേതാവാകും, ജോയിക്ക് അതിനുള്ള ചവിട്ടുപടി പാർട്ടിക്കകത്ത് തന്നെ അന്നേ കൊടുത്തിരുന്നു. അപ്പോൾ ജോയി അടങ്ങുന്നവർ ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന, അതായത് ജില്ലാ കമ്മിറ്റിക്കകത്ത് ഇന്നാർക്കെല്ലാം ഇന്ന ഏരിയയിൽ വർക്ക് നോക്കണം, ഇലക്ഷൻ വർക്ക് നിയന്ത്രിക്കണം, അവർ കൂടെ പോകണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഈ പറയുന്ന കരമന ഹരിക്ക് ഏൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹം പോയിട്ടില്ല, കരമന ഹരി പോയിട്ടില്ല. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഈ ജോയിയെ ഉടുപ്പ് തന്നെ ഇട്ടവനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ജോയി ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായി വന്നിട്ടുണ്ട്. ജോയി ജില്ലാ കമ്മിറ്റിയിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ നോമിനിയാണ്. കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ അടുപ്പമുള്ള ഒരാൾ. കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ജയിച്ചു നിൽക്കുന്ന ഒരാളാണ്. കഴക്കൂട്ടമാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം. അപ്പോൾ അങ്ങനെ ജോയിക്കെതിരെ ഈ കരമന ഹരി തിരിച്ചു പറഞ്ഞു എന്നുള്ളത്. കരമന ഹരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ വല്ലാത്ത അലിഗേഷൻ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. കാര്യം അദ്ദേഹം അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു, ഒരു എനിക്ക് തന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥലം കയ്യേറ്റം ചെയ്തു, റിസോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ കേസ് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കരമന ഹരി തിരിച്ച് പറഞ്ഞു എന്ന് പറയുന്നു. കടകംപള്ളി സുരേന്ദ്രനും ഇതിനകത്ത് സാറ് ചോദിച്ച പോലെ റിബലുകൾ ഉണ്ടായതിൻ്റെ പേരിൽ കടകംപള്ളി സുരേന്ദ്രനും അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉള്ളൂർ മത്സരിക്കാൻ തയ്യാറാവാനായിട്ട് നീണ്ട കാലം ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിരുന്ന VK ശ്രീകണ്ഠൻ, തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്, പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്, അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ തയ്യാറാവൂ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അദ്ദേഹത്തിന് മാറ്റിയിട്ട് വേറൊരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം റിബലാകുന്നു. പിന്നെ അതുപോലെ ചെമ്പഴന്തിയിൽ ഒരു സ്ത്രീ ഇതേപോലെ നേരത്തെ സ്ഥാനാർത്ഥിയായിരുന്നവർ. അപ്പോൾ ഇതാണ് അവിടെ റിബൽ ഉണ്ടായിട്ടെ. അതായത് കോൺഗ്രസിൽ പണ്ട് എങ്ങനെയായിരുന്നു, സതീശിൻ്റെ ആൾ, പാലോട് രവിയുടെ ആൾ, നെയ്യാറ്റിൻകര രവിയുടെ ആൾ, VS ശിവകുമാറിൻ്റെ ആൾ, തമ്പാനൂർ രവിയുടെ ആൾ, ഇങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റുകൾ വിഭജിച്ച പോലെ കോൺഗ്രസിൽ താരതമ്യേന ഇത്തവണ ഗ്രൂപ്പിസം ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഗ്രൂപ്പിസം ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയവും ഇലക്ഷൻ വർക്ക് നടന്നിടത്ത് അത് ആ ശൈലി CPM ഏറ്റെടുത്തോ, കോൺഗ്രസിൻ്റെ പഴയ ശൈലി? സാർ, അതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ സംഘടനാപരമായുള്ള മൂല്യശോഷണമാണ് അതിൽ കാണുന്നത്. ഒരു പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു പാർട്ടിയാണ് അതിനകത്തുള്ള അണികൾ നോക്കുന്നത്, അല്ലാതെ നേതാക്കളെ അല്ല നോക്കുന്നത്. അവിടെ അങ്ങനെ ഒരു പാർട്ടി എന്ന് CPM എന്ന് പറയുന്ന പാർട്ടി
തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കാണുന്ന ഏറ്റവും വലിയ അപകടം ഇപ്പം പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ എത്രയോ ശത്രുതാപരമായ പ്രവർത്തനം ഉണ്ടായിരുന്നപ്പോഴും തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചപ്പോൾ അച്യുതാനന്ദൻ സജീവമായി സഹകരിക്കുകയും പാർട്ടിയെ ജയിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എടുക്കുകയും ചെയ്തു. ആ ഉത്തരവാദിത്ത ബോധം CPM-ൻ്റെ ജില്ലയിലെ നേതാക്കൾക്ക് ഇല്ലാതെ പോയോ? സാർ, തീർച്ചയായിട്ടും ജില്ലാ നേതാക്കൾ ഓരോരുത്തർക്കും ഓരോ അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന ഏരിയ നോക്കണം. അപ്പോൾ ഞങ്ങളോട് VK പ്രശാന്ത് MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്, അദ്ദേഹം അവിടെ വന്നിട്ട് പോയി. പക്ഷേ അതിനേക്കാൾ ഉപരി ജില്ലാ കമ്മിറ്റിയിൽ വേറെ പലർക്കും ചാർജ് കൊടുത്തിരുന്നു. അപ്പോൾ കരമനഹരി പോയില്ല എന്ന് പറയുന്ന പോലെ തന്നെ അധികം വർക്ക് ചെയ്തില്ല, ഏത് ഇലക്ഷൻ സമയത്തോ അല്ലാതെ വർക്ക് ചെയ്തില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ഏരിയയിലും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മറ്റൊരാളുടെ പേര് ഏൽപ്പിച്ചിട്ട്, ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല, അദ്ദേഹം അവിടെ കണ്ടതുപോലില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ചായക്കടയിൽ വന്നിരുന്ന അദ്ദേഹം ചായ കുടിച്ചിട്ട് പോകുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം പഴയ ജില്ലാ സെക്രട്ടറി ആയിരുന്നു CPM-ൻ്റെ. അദ്ദേഹം അങ്ങനെ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് സംഘടനയ്ക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കുന്നില്ല. അതാണ് സാറ് പറഞ്ഞത്. കാര്യം ഇപ്പോഴത്തെ മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്ത് കുറേ പേരും ഈ പറയുന്ന പഴയ മന്ത്രി ഇപ്പോഴത്തെ MLA കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്ത് കുറേ പേരുമായി CPM ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സ്റ്റൈലിലേക്ക് മാറിയതിൻ്റെ പിന്നിൽ അധികാരത്തിലെ ശീതളച്ചായയിൽ സുഖിക്കുന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. സംഘടന അവർക്ക് വിഷയമല്ല. അതുകൊണ്ട് തന്നെ സാർ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഈ ചെറിയ ഇരയെ കൊടുത്ത് ബലി കഴിച്ചിട്ട് അല്ലെ ചതുരംഗത്തിൽ പോണിനെ ആൾക്കരുവിനെ ബല കൊടുത്ത് വലിയ കരുവിനെ രക്ഷിക്കുന്നത് പോലെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടികൾ ഉണ്ടായാലും അത് ഭാവിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിൽ പ്രവർത്തിച്ച CPM-കാർ കാണില്ലേ? സാർ, അങ്ങനെ എടുത്തു പറയാൻ തദ്ദേശ ഇലക്ഷനിൽ ഉണ്ടാകുന്നത് വലുതായി ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പൂരത്തിൻ്റെ ഒരു ചെറുപൂരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. സാറിനോട് ഒരു കാര്യം കൂടെ ഇതിൽ പറയാം. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ അവരുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളെ, ഒരു വർഷം പോലും ആയിട്ടില്ല. സംസ്ഥാന സമ്മേളനം, അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസും ഒക്കെ. സാർ, പാർട്ടിയിൽ ഈ പറയുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി എടുത്തവർ എന്തിന് മത്സരിക്കണം എന്നൊരു ചോദ്യം, അതായത് നമ്മളിവിടെ തന്നെ ഒരു വീഡിയോയിൽ നമ്മുടെ സംശയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പോസ്റ്റല്ല. ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റല്ല. 25,000 രൂപ ശമ്പളം വരെ കിട്ടുന്ന രീതിയിൽ, ശമ്പളം എന്നല്ല ഒരു തുക അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ എന്തിന് മത്സരിക്കണമെന്ന് നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു നിമിഷം പറഞ്ഞോ സാർ. ആ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്ന ആ 25,000-ൻ്റെ കൂടെ കോർപ്പറേഷൻ കിട്ടുന്ന അലവൻസ് കൂടി ആകുമ്പോൾ കുറേ കൂടെ വലിയ തുകയായി. സാർ, സംഘടനയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നതാണ്. സാർ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയേക്കാളും വലുതല്ല സാർ ഒരു കോർപ്പറേഷൻ കൗൺസിലർ. അത് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ താൻ മത്സരിക്കാൽ താൻ അല്ലെങ്കിൽ തൻ്റെ മകൾ അല്ലെങ്കിൽ താൻ, ഇതാണ് ഇതിനകത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന കുറേ ആൾക്കാർ. അതായത് പഴയകാല കോൺഗ്രസിന്റെ കൾച്ചർ അതുകൂടി ആവർത്തിക്കുക. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു തൻ പ്രമാണിത്വം നേടിയ കുറേ ആൾക്കാർ ആയിക്കഴിഞ്ഞു. അത് ഈ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുക. കാര്യം ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ ഇവർ മുന്നിൽ നിർത്തിയില്ല? VK പ്രശാന്ത് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, പഴയ മേയറാണല്ലോ. നിരവധി മേയർ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ മേയറെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല. അവർ തിരുവനന്തപുരത്തുകാരാണ്, പ്രോപ്പർ ഒരു തിരഞ്ഞെടുപ്പിൽ പോലും അവരെ മാറ്റി നിർത്തിയില്ല. അവരെ മുഖമായി നിർത്തിക്കൊണ്ട് മേയർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച നൽകൂ എന്നാണ് VK പ്രശാന്ത് ഇരുന്നപ്പോഴും ജയൻ ബാബു ഇരുന്നപ്പോഴും പറഞ്ഞത്. ഇന്ന് ആര്യ രാജേന്ദ്രൻ ഇവിടെ പോയി. സാർ, അതിൻ്റെ കാരണം ഒരു ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, ഈ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളിലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളിലും ആ കാലയളവിലെ ജില്ലാ സെക്രട്ടറിക്ക് വരെ ഈ ആര്യ രാജേന്ദ്രനെ ഇരുത്തി ഡ്രൈവ് ചെയ്ത് അവിടെ കാണിക്കാൻ ഇനി ഒന്ന് പിൻ സീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു. ആര്യ രാജേന്ദ്രൻ ഒരു ചെറുപ്പക്കാരി കൊച്ചു പെൺകുട്ടിയാണ്, എൻ്റെ മകളുടെ പ്രായം. ആ പെൺകുട്ടി കത്തെഴുതേണ്ടി വന്നില്ലേ ജോലിക്ക് വേണ്ടി? അതാണ് ഞാൻ പറഞ്ഞത്. സെക്രട്ടറി കത്തെഴുതേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അടിസ്ഥാനമായിട്ട് കാര്യം CPM എങ്ങനെ ഇവിടെ ഇത്ര കണ്ട് തകർന്നു പോയി എന്ന് വെച്ചാൽ അവരുടെ എതിർപക്ഷത്ത് കോൺഗ്രസ് അല്ല, അവരുടെ മുഖ്യശത്രു കോൺഗ്രസ് അല്ല, അവിടെ BJP ആണ് അവരുടെ മുഖ്യശത്രു. അവിടെ BJP ആണ്. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയായിരുന്നു BJP എന്നും ഇപ്പോൾ BJPയുടെ ശക്തി എന്തെന്ന് ചോദിച്ചാൽ CPM തകർന്നാണ് BJP ഇത്രയും വളർന്നതെന്ന് തിരുവനന്തപുരത്തുകാരനായി എനിക്ക് നെഞ്ചി കൈവച്ച് എനിക്ക് പറയാൻ കഴിയും. കാര്യം CPM തന്നെയാണ് അവരുടെ കുഴി തോണ്ടിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ CPM മൂന്നാം സ്ഥാനത്താണ് പോകുന്നത്. അതാണ് അതെന്തുകൊണ്ടാണ്? CPM അതായത് സാർ പാറ്റേൺ മൂന്ന് തരത്തിലാണ്. നിയമസഭയിൽ ആര് വന്നാൽ നല്ലതായിരിക്കും, ലോകസഭയിൽ ആര് വന്നാൽ നല്ലതായിരിക്കും, നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ഒരാൾ നമ്മുടെ കൗൺസിലറായാൽ നല്ലതായിരിക്കും എന്ന ഒരു തീരുമാനം എടുക്കുന്നത് ജനമാണ്. അവിടെ എന്തുകൊണ്ട് ലോകസഭയിൽ അങ്ങനെ വരുന്നു? അവർക്കൊരു നല്ല സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താനില്ല. CPI എന്ന് പറയുന്ന പാർട്ടിയാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് പറഞ്ഞുകൂടാ നമുക്ക് ഇത്തവണ CPM-ന് ആ സീറ്റ് വേണം, ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്താം? ഇവർക്ക് അതിനുള്ള ഒരു പവറില്ല, സ്വന്തമായ ആത്മവിശ്വാസം ഈ പാർട്ടിക്കില്ല. സാർ, ഇതിൽ മറ്റൊന്നുമല്ല ഇതിൽ പറയാനുള്ളത്. മുൻപേ നടക്കുന്ന ഗോവുതൻ്റെ പിമ്പേ നടക്കും ബഹുപോക്കളല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാർട്ടിയുടെ സെക്രട്ടറി എന്നായോ
അദ്ദേഹം സെക്രട്ടറി പദത്തിൽ നിന്ന് എന്ന് മുഖ്യമന്ത്രിയായോ അന്ന് മുതൽ പാർട്ടി സുഖിക്കേണ്ടതാണെന്നും പോവേണ്ടത് ഇന്ന കുഷൻ വെച്ച സീറ്റിലാണെന്നും ഭ്രഷ്ടം സീറ്റിൽ നിന്ന് ഇറക്കിയാൽ അടുത്ത സോഫയിൽ മറ്റൊരു ഇതിലേക്കാണെന്നും പേര് കൊള്ളണമെന്നില്ല, ഈങ്കുലാവ് വിളിക്കണമെന്നില്ല, ബാനർ പിടിക്കണമെന്നില്ല, ബസ്സിൽ നിന്നോ കാറിൽ നിന്നോ ഇറങ്ങാൻ ലിഫ്റ്റ് വേണം. ലിഫ്റ്റ് വേണം. അതായത് ഈങ്കുലാവ് വിളിക്കേണ്ട, ബാനർ ഒട്ടിക്കേണ്ട, പിന്നെ വെയിൽ കൊള്ളണ്ട, ഇതൊന്നും വേണ്ട. എനിക്ക് നേതാവാവണം, എൻ്റെ മകൾക്ക് നേതാവാവണം. ഇതാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ കോൺഗ്രസിന്റെ വഴിയെ തന്നെ പോകുന്നു. കോൺഗ്രസ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അവർ കേഡർ പാർട്ടിയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് ഞാൻ അതിന്റെ വ്യത്യാസം പറയുന്നത്, ഏരിയ സെക്രട്ടറിമാർ കൗൺസിലേഴ്സായിട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പല MP-മാരും എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് മേടിച്ച് മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്ന MP-മാരും കോൺഗ്രസിൽ ഉണ്ടായി വരുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ നാളെ കോൺഗ്രസിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. കോൺഗ്രസിനെ ഇവർ അടച്ചാക്ഷേപിക്കും. കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ല, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അവരുടെ അകത്ത് വിഷയങ്ങൾ ഉണ്ടാകും. അവരുടെ സംസ്കാരം വേറൊന്നാണ്. ഇവരതാണോ? ഇവർ സ്വയം വിളമ്പുന്ന അതല്ലല്ലോ. ഇവരെന്തൊക്കെയോ ആണെന്നല്ലേ. അപ്പോൾ സാറ് ചോദിച്ച പോലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോട്ടെ, അവർക്ക് കിട്ടുന്ന ശമ്പളമോ വരുമാനമോ ഒന്നുമല്ല. ഏരിയ കമ്മിറ്റി സെക്രട്ടറി 3 പോസ്റ്റ്, ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ഇത് 3ഉം അതായത് ജില്ലാ ഘടകത്തിന്റെ തൊട്ട് താഴെകളാണ്. അതിനേക്കാൾ വലുതല്ല ഒരു കൗൺസിലർ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാത്ത രീതിയിൽ ബുദ്ധിശോഷണം വന്നുപോയ ഒരു കൂട്ടം നേതാക്കൾ ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് CPM-നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് ഫലം ഈ മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയില്ല. നാളെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് നമുക്ക് അത് ഒന്നുകൂടെ ചർച്ച ചെയ്യാം. തൽക്കാലം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.